ജില്ലയിലെ അഗതി മന്ദിരങ്ങളിലേക്ക് മലയാളി ചിരി ക്ലബിന്റെ കാരുണ്യയാത്ര 22-ന് ആരംഭിക്കും. രാവിലെ 10-ന് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഫ്ളാഗ് ഓഫ് ചെയ്യും. കഴിഞ്ഞ 8 വർഷമായി 15-ലേറെ അഗതി മന്ദിരങ്ങളിലേക്ക് നടത്തിവരുന്ന യാത്രയിൽ വസ്ത്രങ്ങൾ, മരുന്നുകൾ, പലവ്യഞ്ജനങ്ങൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്യും. കഴിഞ്ഞ 8 വർഷമായി മലയാളി ചിരി ക്ലബ്ബ് നടത്തിവരുന്ന കാരുണ്യയാത്ര ഈ വർഷവും അതിവിപുലമായി നടത്തപ്പെടുകയാണ്. അതായത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ വിവിധ അഗതി മന്ദിരങ്ങളിലേക്കും അതോടൊപ്പം ഈ വർഷം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ കിടപ്പ് രോഗികൾക്ക് പുതിയ വസ്ത്രങ്ങളും കേക്കും അതോടൊപ്പം നിത്യോപയോഗ സാധനങ്ങളുമായിട്ടുള്ള കാരുണ്യയാത്രയാണ് ഈ വർഷം നടത്തുന്നത്. 2024 ഡിസംബർ 22-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട ജലവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ വെച്ച് ഉദ്ഘാടന കർമ്മം നടത്തും. കൂടാതെ കട്ടപ്പന നഗരസഭയിലെ 34 വാർഡുകളിലായുള്ള കിടപ്പ് രോഗികൾക്ക് വസ്ത്രം, ക്രിസ്തുമസ് കേക്ക്, പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റും വിതരണം ചെയ്യുന്നുണ്ട്. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി, പുളിയന്മല കാർമൽ പബ്ലിക് സ്കൂൾ, ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ, കട്ടപ്പന മേഖലാ കമ്മിറ്റി തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പരിപാടി. 14ാമത് കാരുണ്യയാത്ര വളരെ വിപുലമായ രീതിയിൽ, മുൻ വർഷങ്ങളെക്കാൾ വളരെ വിപുലമായ രീതിയിൽ തന്നെ നടത്തുവാനാണ് ക്ലബിൻ്റെ ആഗ്രഹം. അതിന് പ്രത്യേകമായിട്ട് പറയുവാനുള്ളത്, പ്രിയപ്പെട്ട മാധ്യമ സഹോദരങ്ങളുടെ വലിയൊരു പിന്തുണയും കൂടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ദൃശ്യമാധ്യമ മേഖലയിൽ മാത്രമല്ല, നിങ്ങളുടെയും ഉപയോഗിക്കാനാവുന്ന നല്ല വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ ഞങ്ങൾ നൽകുന്ന പലവ്യഞ്ജന കിറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ സാധന സാമഗ്രികൾ, അതോടൊപ്പം തന്നെ ക്രിസ്മസ് കേക്ക് എന്നിവയിൽ നിങ്ങളുടെയും വലിയൊരു പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുമാണ്. മലയാളി ചിരി ക്ലബ് സോഷ്യൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ചെയർമാൻ മനോജ് വർക്കി അധ്യക്ഷത വഹിക്കും. രക്ഷാധികാരി ജോർജി മാത്യു, പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ, കോർഡിനേറ്റർ ജോമോൻ പൊടിപാറ, ജനറൽ സെക്രട്ടറി അശോക് ഇലവന്തിക്കൽ, വൈസ് പ്രസിഡന്റ് വിപിൻ വിജയൻ, കൺവീനർ സജീവ് ഫെർണാണ്ടസ്, കൺവീനർ സിജോമോൻ ജോസ്, റോബിൻ ചാക്കോ, പ്രിൻസ് മൂലേച്ചാലിൽ, മനോജ് പി ജി, ബിബിൻ വിശ്വനാഥൻ, ജെറിൻ ജോസഫ്, ടിജിൻ ടോം, അനീഷ് തോണക്കര, അജിൻ ജോസഫ്, ജിനോ സേവ്യർ തുടങ്ങിയവർ സംസാരിക്കും. സാധാരണ 2-3 തവണ വരെ നമ്മൾ കാരുണ്യയാത്ര നടത്തുന്നുണ്ട് ഒരു വർഷത്തിൽ. എല്ലാവരും അതിനുവേണ്ട അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ചെയ്ത് നമ്മുടെ സഹോദരന്മാരാണ് വയ്യാതിരിക്കുന്നതും ആലംബഹീനരായിട്ടുള്ളവരും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന സഹായം മലയാളി ചിരി ക്ലബിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യണമെന്ന് മലയാളി ചിരി ക്ലബിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് വളരെ വിനയപൂർവ്വം നിങ്ങളോട് ഓരോരുത്തരോടും താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ മനോജ് വർക്കി, സണ്ണി സ്റ്റോറിൽ, ജോമോൻ പൊടിപാറ, അശോക് ഇലവന്തിക്കൽ, മനോജ് പി ജി, അനീഷ് തോണക്കര, അജിൻ ജോസഫ്, ജിനോ സേവ്യർ, റോബിൻ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു.